നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കങ്ങൾ ശക്തമാക്കുന്നു. കേസിന്റെ ഭാഗമായി അടുത്തിടെ നടത്തിയ വിപുലമായ റെയ്ഡുകൾക്ക് പിന്നാലെ മരവിപ്പിച്ച 242 ബാങ്ക് അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ പൂർണ്ണമായും കണ്ടുകെട്ടാനാണ് ED ഇപ്പോൾ അടിയന്തര നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഈ അക്കൗണ്ടുകളിൽ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള HDFC ബാങ്ക് അക്കൗണ്ടും ഉൾപ്പെടുന്നുവെന്നതാണ് ഈ നിയമ നടപടിയെ അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ള തലത്തിലേക്ക് ഉയർത്തുന്നത്. പിണറായി വിജയന്റെ മകളുടെ പണവും ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസി കണ്ടുകെട്ടാൻ ഒരുങ്ങുന്നത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് വഴി തുറക്കും. തുക കണ്ടുകെട്ടുന്നതിനുള്ള ഔദ്യോഗിക നടപടികളുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. മുൻപ് നടത്തിയ റെയ്ഡുകളിൽ പിടിച്ചെടുത്ത വീണയുടെ മൊബൈൽ ഫോൺ, നിക്ഷേപ രസീതുകൾ, CMRLുമായി ബന്ധപ്പെട്ട രേഖകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ തുടർ നടപടികൾക്കായി സ്ഥിരമായി കസ്റ്റഡിയിൽ സൂക്ഷിക്കാനുള്ള അനുമതിയും ED അതോറിറ്റിയോട് തേടും. നിലവിൽ ഈ ഡിജിറ്റൽ തെളിവുകളെല്ലാം വിദഗ്ധ പരിശോധനയിലാണ്. വീണയെ നേരിട്ട് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി അവരുടെ ബാങ്ക് ലോക്കർ കൂടി തുറന്ന് പരിശോധിക്കാനാണ് ED സംഘത്തിന്റെ തീരുമാനം. ലോക്കർ പരിശോധന പൂർത്തിയാകുന്നതോടെ ചോദ്യം ചെയ്യലിനായിട്ടുള്ള ഔദ്യോഗിക സമൻസ് വീണയ്ക്ക് കൈമാറും. കേസിൽ CMRL അധികൃതർ സുപ്രീം കോടതിയെ സമീപിച്ച് നിയമപരമായ പ്രതിരോധം തീർക്കാൻ സാധ്യതയുണ്ടെന്ന് ED മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് യാതൊരു തിരിച്ചടിയും ഉണ്ടാകാത്തവണ്ണം കൃത്യമായ തെളിവുകളോടെയുള്ള പഴുതടച്ച അന്വേഷണത്തിനാണ് ED പ്രാധാന്യം നൽകുന്നത്. ED ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ മാസപ്പടി കേസ് അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPMനെയും മുതിർന്ന നേതാക്കളെയും വിചാരണ ചെയ്യാൻ പ്രത്യേക കോടതി അനുമതി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് മാസപ്പടി കേസിലും ED ഇത്രയും കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത്. ഇത് CPMന് വരും ദിവസങ്ങളിൽ വലിയ പ്രഹരമായി മാറും. സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കുന്നത് CPM സംസ്ഥാന നേതൃത്വത്തെയാണ്. കള്ളപ്പണ നിരോധന നിയമത്തിന്റെ കർശനമായ വകുപ്പുകൾ പ്രകാരമാണ് ED ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടുകൾ കണ്ടുകെട്ടാനുള്ള നീക്കം വീണ വിജയന്റെ ബിസിനസ് സംരംഭങ്ങൾക്കും വലിയ തിരിച്ചടിയാകും. ലഭ്യമായ ഡിജിറ്റൽ തെളിവുകൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത ശേഷമായിരിക്കും ED അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. പണത്തിന്റെ സ്രോതസ്സും എക്സാലോജിക് കമ്പനിക്ക് ലഭിച്ച സേവനങ്ങളുടെ യാഥാർത്ഥ്യവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. CMRLിൽ നിന്ന് കൈപ്പറ്റിയ തുകയ്ക്ക് കൃത്യമായ സേവനം നൽകിയിട്ടുണ്ടെന്ന് സ്ഥാപിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് ED വ്യക്തമാക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖരിലേക്ക് അന്വേഷണം നീളുമെന്നാണ് സൂചന. രാഷ്ട്രീയ സ്വാധീനങ്ങളോ മറ്റ് സമ്മർദ്ദങ്ങളോ അന്വേഷണത്തെ ബാധിക്കാതിരിക്കാൻ അതീവ രഹസ്യമായിട്ടാണ് ED ഡയറക്ടറേറ്റ് കരുക്കൾ നീക്കുന്നത്. തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾക്ക് പിന്നാലെ മാസപ്പടി കേസ് കൂടി മുറുകുന്നത് പാർട്ടികളിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ ഒതുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണിതെന്ന രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാകും വരും ദിവസങ്ങളിലും CPM ശ്രമിക്കുക. നിയമപരമായ ഏത് നീക്കത്തെയും കോടതിയിലൂടെ നേരിടുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്നാൽ സാമ്പത്തിക തെളിവുകളുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇത്തവണ നിയമപോരാട്ടം അത്ര എളുപ്പമാകില്ലെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.